ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് നാളെ ഇത് വരാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ഭർത്താവിന് ഇത് വരാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുന്ന പിന്തുണ അത് സോഷ്യൽ മീഡിയയിൽ കൂടി മാത്രമല്ല, നമുക്ക് തെരുവിലിറങ്ങണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തുന്നതോടൊപ്പം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വരുന്ന ബുധനാഴ്ചയുടെ അന്ന് തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു റാലി നടത്തുകയാണ്. അതൊരു മഹാ റാലിയാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ പുരുഷന്മാർക്കും ജീവിക്കണം, നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണം. ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പിടിച്ച് ജയിലിലിടുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ. ഇന്ത്യയിലെ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതിനൊരു അറുതി വരണം, ഇതിനൊരു അറുതി വരുത്തുവാൻ വേണ്ടിയിട്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ചെയ്യുന്ന ഈ ദൗത്യം, യഥാർത്ഥം പറഞ്ഞാൽ പുരുഷന്മാരുടെ സംഘടനയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്നെ വിളിക്കുന്നത്. അവരുടെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് ഈ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാവാം. ഇന്നലെ ഒരുപാട് സമയം സംസാരിച്ചത് സഹോദരൻ ആത്മഹത്യ ചെയ്തു ഒരു കേസിൽ. ഇവിടെ തിരുവനന്തപുരത്ത് പൂജപ്പുര പോലീസ് സ്റ്റേഷൻ പിക്കറ്റിങ്ങിനൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അത് പിന്നീട് നമുക്ക് പറയാം. ഇതിൽ ഞാനിപ്പോൾ പറയുന്നത് ഒരുപാട് സ്ത്രീകൾ, യുവതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ അനുകൂലിച്ച് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. ആ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഈ റാലിക്ക് വേണ്ടിയിട്ട് ബുധനാഴ്ച നടത്തുന്ന റാലിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളും വരുവാൻ തയ്യാറാവണം. അത് കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരു യാത്ര വരുവാൻ തയ്യാറാവണം. തിരുവനന്തപുരത്തേക്ക് വന്ന് നമുക്ക് ഈ ബുധനാഴ്ച 11 മണിക്ക് മിക്കവാറും നടത്താം. നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു മഹാ റാലിയാക്കി മാറ്റുവാൻ പറ്റും, ഒരു വലിയൊരു വിജയമാക്കാൻ പറ്റും. പുരുഷന്മാർക്കിവിടെ നീതി കിട്ടണം. സമരങ്ങളിൽ കൂടി അല്ലാതെ ഒരു നീതിയും ഒരിടത്തും കിട്ടിയ ചരിത്രമില്ല. സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഞാനും കൂടി വോട്ടിട്ട് വിജയിപ്പിച്ച പുണ്യാളന്മാരുടെ അവർക്ക് മനസ്സിലാകണം, ഈ ജനത എന്ന് പറയുന്നത് പെണ്ണായാലും ആണായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയാണ്. പ്രത്യേകിച്ച് പാലക്കാട് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പാലക്കാടിലെ ജനങ്ങൾ ഇന്ന് നടക്കുന്ന ഈ ക്രൂരത മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് വോട്ടും കൊടുക്കണം. ഒന്ന് നോക്കണേ, ഈ മൂന്നാമത് പരാതി കൊടുത്ത അതിജീവിത എന്ന് പറയുന്ന വ്യക്തി 3 മണിക്കൂറോളം 3-4 മണിക്കൂർ അവരെ ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുവാൻ വേണ്ടിയിട്ട് സുഹൃത്തിന് മെസ്സേജ് അയച്ചിരിക്കുന്ന ചാറ്റ് ഇപ്പോൾ പുറത്തു വന്നല്ലോ. ഇന്ന് അവരുടെ വോയിസും വന്നിട്ടുണ്ട് മനോരമയിൽ. അവരത് പറഞ്ഞ് മെഴുകിക്കൊണ്ട് ഈ 3-4 മണിക്കൂർ എന്ത് സംസാരിക്കാനാണ്? അന്ന് പീഡിപ്പിച്ചു, കാർക്കിച്ചു, തുപ്പി എന്ന് പറയുന്നവർ വീണ്ടും വന്ന് പറയുകയാണ് അവർ സംസാരിക്കാൻ വേണ്ടി. രാഹുൽ മാങ്കൂട്ടം ഒഴിഞ്ഞു മാറുകയാണ്. എത്ര ഒഴിഞ്ഞു മാറിയാലും ഫോളോ ചെയ്ത് അവരെ പിടിക്കുന്ന ഒരവസ്ഥ, പുരുഷന്മാരെ, എന്നിട്ട് അവർക്കെതിരെ പീഡന പരാതികൾ കൊടുക്കുന്ന ഒരവസ്ഥ. ഇതിവിടെ നിന്ന് മാറ്റണം, തുടച്ചു നീക്കണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും തെരുവിലിറങ്ങണം തീർച്ചയായിട്ടും ഈ റാലിയിൽ. കാരണം ഒരുപാട് സ്ത്രീകൾ, അമ്മമാർ വിളിച്ചിട്ട് പറയുകയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സംഘടന മുഖേനമേ ചെയ്യാൻ പറ്റൂ, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യൂ. ഞാൻ അവരെ എല്ലാം സമാധാനിപ്പിച്ച് വിടുകയാണ് അമ്മമാർ. കാര്യം അവർക്ക് ഈ പ്രായത്തിലുള്ള മക്കളുള്ളതല്ലേ, അവർക്ക് വേദന മനസ്സിലാവും. പെൺപിള്ളേർ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ ചെന്ന് നിൽക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. വ്യാജ പരാതികൾ കൊടുത്ത് പുരുഷന്മാരെ തേജോവധം ചെയ്യണം. അഭിമാനം ആണിനും പെണ്ണിനുമുണ്ട്. പെണ്ണിന് മാത്രമല്ല, പെണ്ണിന് അഭിമാനം ഈ ഒരു വിഭാഗം പേർക്ക്, കുറച്ച് പേർക്ക് കുറവാണ്. നാണവും മാനവും ഇല്ലാത്ത വർഗമായിട്ട് മാറിയിരിക്കുന്നു. പക്ഷേ അത് കേരളത്തിൽ ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഷെയർ ചെയ്യണം, എല്ലാ ജനങ്ങളിലേക്ക് എത്തണം. ഷെയർ ചെയ്ത് എല്ലാവരും ആ റാലിയിൽ എല്ലാവരും പങ്കെടുക്കണം. വീഡിയോ ചെയ്തിട്ടാൽ പോരാ, വീഡിയോ ചെയ്യുന്നവരോട് എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. പക്ഷേ പിന്തുണയ്ക്കുന്നവരോട് ബിഗ് സല്യൂട്ട്. പക്ഷേ നിങ്ങൾ ഈ റാലി വിജയിപ്പിക്കണം. ജനങ്ങൾ അണിനിരന്ന 10,000 ലക്ഷങ്ങൾ അണിനിരന്നാൽ ഭരണകർത്താക്കന്മാർ മനസ്സിലാക്കും, ഇതൊക്കെ വോട്ടായിട്ട് നാളെ മാറും. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നല്ലോ, വൻ പരാജയമായിരുന്നില്ലേ? അതുപോലെ നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ അതായിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി കള്ളങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും, എനിക്കൊരു രാഷ്ട്രീയമല്ല കേട്ടോ, ഞാൻ ഇടതുപക്ഷത്തായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോടും ഒരു വിശ്വാസവും ഇല്ലാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്.
പുരുഷ കമ്മീഷൻ ഇവിടെ കൊണ്ടുവരണം. ട്രാൻസ്പോർട്ട് ബസ്സിൽ പുരുഷന്മാർക്ക് സംവരണം വേണം. പുരുഷന്മാർക്കും അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റണം ഇവിടെ. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണം. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.